ഓ എവിടാ ഇവിടെ ഉണ്ട്. ആ കിഴക്കേ, നിന്റെ അടുത്ത് ഇന്നലെ പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞായിരുന്നോ? നിന്റെ അടുത്ത് ഇന്നലെ വണ്ടിയിൽ പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് എന്റെ 500 രൂപ വാങ്ങിയായിരുന്നോ? മേടിച്ചായിരുന്നില്ലേ? പിന്നെ നീ പെട്രോൾ അടിക്കാൻ എന്താ മറന്നുപോയതോ? സംഭവം അത് ഞാൻ പോയിട്ട് വെച്ചിട്ട് അടിക്കാൻ മറന്നുപോയി. അടിക്കാം. വണ്ടി പെട്രോൾ നമ്മുടെ ജംഗ്ഷനിൽ ഇരിക്കുക, എടുത്തോണ്ടോ. നീ ഇതെന്റെ അടുത്ത് 6ാമത്തെ തവണ ചെയ്യുന്നത്. 6ാമത്തെ തവണ. നീ ഇപ്പൊ തന്നെ പോയി വണ്ടി എടുത്തോണ്ട് വന്നേ വരത്തുള്ളൂ. എടുത്തോണ്ടോ പോയിട്ട്. എന്റെ സ്വഭാവം മാറും. പോയി വണ്ടി എടുത്തോണ്ടോ. അളിയൻ തന്നെ പോയി എടുത്തോണ്ട് പോരായിരുന്നു. സൂപ്പർ അളിയാ, സൂപ്പർ. എന്തുവാ പാറു, എന്തിനാ കൈയടിച്ച്? അളിയൻ കേശവന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടേ, പൃഥ്വിരാജിനെ പോലെ ഉണ്ട്. സത്യോളിയാ പറഞ്ഞത്. ഒന്ന് പോ പാറു, ഇവിടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ നിന്റെ അടുത്ത് ഞാൻ മര്യാദക്ക് പറയുവാ. പോയി വണ്ടി എടുത്തോണ്ട് വന്നോളാം, മര്യാദക്ക് പെട്രോൾ അടിച്ചിട്ട്. പിന്നെയും പൃഥ്വിരാജിനെ പോലെ സൂപ്പർ. പാറുവിന്റെ കാര്യം, ഇവിടെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ ചുമ്മാ തമാശ കളിക്കുക. പോയി വണ്ടി എടുത്തോണ്ട് വരണേ കേട്ടോ. അളിയാ, സത്യം പറഞ്ഞ പാറു പറഞ്ഞ കാര്യത്തിലൊരു സത്യമില്ലാതില്ല. എന്ത് എന്ത്? അല്ല, അളിയന്റെ ചില സമയത്തുള്ള ഈ മാനറിസങ്ങളും സൗണ്ടും എല്ലാം കൂടെ വെച്ച് കണക്ട് ചെയ്യുമ്പോ കറക്റ്റ് പൃഥ്വിരാജാണ്. ഞാൻ പിന്നെ ഇത് അളിയന്റെ അടുത്ത് പറയണം എന്ന് വിചാരിക്കും, പിന്നെ അങ്ങ് വിട്ടു. അളിയാ, കറക്റ്റ് പറഞ്ഞാലേ, ഞാൻ ഈ ബാത്റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്തെ അളിയൻ ടക്കനെ കേശുവേ എന്ന് വിളിക്കൂലേ ചില സമയം. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിക്കും, പൃഥ്വിരാജ, നമ്മുടെ വീട്ടിൽ എങ്ങനെ പൃഥ്വിരാജ് വന്ന്? പിന്നാണ് മനസ്സിലാവണത് അളിയനാണല്ലോ വിളിച്ചതെന്ന്. പിന്നെ സത്യം അളിയാ. നീ പോയി വണ്ടി എടുത്തോണ്ട് വരാൻ നോക്കി. ഫ്ലുവൻസി നീ വണ്ടി എടുത്തോണ്ട് വരാൻ നോക്കിയ ഫ്ലുവൻസി കറക്റ്റ് പൃഥ്വിരാജ്. എന്താണ് നീ പോയി വണ്ടി എടുത്തോണ്ട് നോക്ക്. അളിയന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല ഇതിനു മുമ്പേ. എടാ, പോയി വണ്ടി എടുത്തോണ്ട് വരാൻ നോക്കടാ. കണ്ടാ ആ സാധനം കണ്ടാ പറവേ? ഇത് ചേട്ടാ, ചേട്ടന് ശരിക്കും തോന്നിട്ടുണ്ടോ അളിയൻ പൃഥ്വിരാജിനെ പോലാന്ന്? പിന്നെ മക്കളെ, എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ. പാറുവേ, സത്യം പറഞ്ഞാലേ, ഇവരുടെ കല്യാണ സമയത്ത് അളിയൻ കാറി വന്ന് ഇറങ്ങിയപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത്, സള്ളേ ഇത് എന്തരിത്, നമ്മുടെ കല്യാണത്തിന് പൃഥ്വിരാജ് വന്നേക്കണെന്ന് ആണ്. എന്റെ അടുത്ത് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയൂ, എന്ത് നിന്റെ അളിയൻ പൃഥ്വിരാജ് ആണോടാന്ന്. ഞാൻ പിന്നെ ചിലയിടത്തൊക്കെ ഓന്നങ്ങ് പറയും. എന്നാ പിന്നെ സിദ്ധാർത്ഥ സിനിമയിൽ അഭിനയിച്ചൂടെ? ഇനി അതങ്ങനെ ശരിയാവും. സിനിമയിൽ ഓൾറെഡി വേറൊരു പൃഥ്വിരാജ് ഉണ്ടല്ലോ. അപ്പൊ ഇവര് രണ്ടുപേരോട് ഒരുമിച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് തമ്മിൽ ക്ലാഷ് ആവൂലേ. അല്ലെങ്കിൽ അളിയനായനെ മെയിന്. പിന്നെ നമ്മുടെ അളിയന് പിന്നെ അതിനുള്ള കഴിവുണ്ടല്ലോ, പൃഥ്വിരാജ് ആവാനുള്ളതേ. സൂര്യമുഖം ഇനിയൊരു പുതിയ മുഖം, പുതിയ മുഖം. ഒന്നുമില്ല.